നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ പഞ്ചാബിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അവിടെ വലിയൊരു ഭരണമാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഏതാണ്ട് അതെ നമ്മളൊക്കെയാണ് ആദ്യം ചർച്ച ചെയ്തത്, തുടക്കമിട്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏതാണ്ട് എല്ലാവരും അവർ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറഞ്ഞാണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ബംഗാൾ തിരഞ്ഞെടുപ്പ് ആസാം BJP നിലനിർത്തും, പക്ഷെ ബംഗാൾ, തമിഴ്നാട്, കേരളത്തിൽ അവർ വലിയ പ്രതീക്ഷ വെക്കുന്നില്ല. എങ്കിലും ബംഗാളും തമിഴ്നാടും വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ മാധ്യമങ്ങളുടെ കണ്ണും കാതും ബംഗാൾ, തമിഴ്നാട്ടിലായിരുന്നു. അപ്പോഴാണ് അവിടെ സൂത്രത്തിൽ പണി നടന്നത്. അപ്പോൾ ഈ ശരിക്കും ഓപ്പറേഷൻ ലോട്ടസ് ഉണ്ടോ സാർ? അങ്ങനെയാണെങ്കിൽ അത് കേവലം പഞ്ചാബിനെ മാത്രം ലക്ഷ്യം വെച്ചായിരിക്കുമോ? പഞ്ചാബിന് പുറകെ ഈ പറയുന്നത് പോലെ BJPക്ക് ഇപ്പോൾ നിലവിൽ ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലും ഭാവിയിൽ, അതായത് ഈ വരുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ അവിടെയൊക്കെ ചില അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് സത്യത്തിൽ ഈ ഓപ്പറേഷൻ ലോട്ടസ് കൊണ്ട് പഞ്ചാബിൽ മാത്രമല്ലാതെ BJP ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? അതായത് BJP ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പഞ്ചാബല്ല, അല്ലെങ്കിൽ കേരളമോ വെസ്റ്റ് ബംഗാളോ തമിഴ്നാടോ അല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ 2029-ൽ 2024-ൽ പറ്റാത്ത ചില ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കണം. 3/2 ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ഒരു നീക്കം ആണ് BJP പാർലമെൻറ്റിൽ. അല്ലാതെ പഞ്ചാബ് ഇപ്പോൾ ഒരു മാനിനെ അവിടെ നിന്ന് മാറ്റി, ഭഗവത് മാനിനെ മാറ്റിയിട്ട് പുതിയൊരു മന്ത്രിസഭ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ പ്ലാനിലുണ്ട്. പക്ഷേ അതൊന്നും അല്ല പ്രധാന ലക്ഷ്യം. പ്രയോറിറ്റി അതിനല്ല. തീർച്ചയായിട്ടും 2029-ലെ പാർലമെൻറ്റ് എങ്ങനെയിരിക്കണം എന്നുള്ളത് ആ പാർലമെൻറ്റ് പണിതവർക്ക് വലിയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ 42 സീറ്റുള്ളതാണ്. കഴിഞ്ഞ തവണ അവിടെ ഭൂരിഭാഗം സീറ്റുകളും തൃണമൂൽ കോൺഗ്രസിനാണ്. 12 സീറ്റാണ് BJP കിട്ടിയത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ 39-ൽ 0 BJPക്ക് കിട്ടിയത്. കേരളത്തിൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി 19 സീറ്റും നഷ്ടപ്പെടുകയാണ്. ഇത് തന്നെയാണ് പഞ്ചാബിലെ അവസ്ഥ. 13 സീറ്റുള്ളതിൽ 13 അവർക്ക് ഒന്നും കിട്ടിയില്ല. ആം ആദ്മി പാർട്ടിക്ക് 3 സീറ്റ്, കോൺഗ്രസിന് 7 സീറ്റ്, ശിരോമണി അകാലിദളിന് 1 സീറ്റെങ്കിലും കിട്ടി. പിന്നെ 2 സ്വതന്ത്രനുമായിട്ട് 13 സീറ്റ് അങ്ങനെ ഭാഗിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ വേറെ ഒരു സംസ്ഥാനങ്ങളിലും ഇത്രയും ഗതികേട് BJPക്ക് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളോട് അല്പം പോലും യോജിക്കാതെ നിൽക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളാണ് ഈ പറഞ്ഞ സംസ്ഥാനം: ബംഗാള്, തമിഴ്നാട്, പഞ്ചാബ്, കേരളം. ഇതിൽ കാശ്മീർ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണാം. കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അത് വിദേശികളും കൂടെ ഒരു ഇൻവോൾവ്മെന്റ്. പക്ഷേ ഒമർ അബ്ദുള്ള വലിയ സഹകരണമാണ് കേന്ദ്ര പൊതുവെ സഹകരണത്തിനോടാണ് നിൽക്കുന്നത്. കാരണം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതോടുകൂടി അവർക്ക് മനസ്സിലായി ഇതാണ് കുറെ കൂടെ നല്ലത്. പക്ഷെ ജനങ്ങളോട് അത്ര തുറന്നു പറയാൻ ഇപ്പം സൗകര്യവുമില്ല. പക്ഷേ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നയം എടുക്കുന്നതാണ് നമുക്ക്. കാര്യമായി കേന്ദ്ര ഒരുപാട് പദ്ധതികൾ വരുന്നു, ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റം. അതെ, അങ്ങനെ വരുമ്പോൾ അതാണ് നല്ലത് എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനെതിരായി നിൽക്കുന്ന ഈ പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരളം ഈ സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കേണ്ടത് 2029-ലെ ഇലക്ഷന് വളരെ നിർണായകമാണ്. കാരണം ഇവിടെ എല്ലായിടത്തും കൂടെ 13, വെസ്റ്റ് ബംഗാളിൽ 42 ഉണ്ടെങ്കിലും ഒരു 12 സീറ്റ് അവർക്ക് കിട്ടി. ഇനി അതും 29 സീറ്റ് മമതയുടെ കയ്യിലാണ്. ഒരെണ്ണം കോൺഗ്രസിനുണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ 39 പോയി. അപ്പം ഇങ്ങനെ കേരളത്തിൽ 19. ഇങ്ങനെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 100-ലധികം സീറ്റുകൾ ഈ 4 സംസ്ഥാനങ്ങളിൽ തന്നെ പോയിരിക്കുകയാണ്. പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്, കേരള. അവിടെ തന്നെ 100-ൽ കൂടുതൽ സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പം ഇത് വലിയ ലോസാണ്. 540-ൽ 100 പോയാൽ പിന്നെ 440-ലാണ് മത്സരം. ആ 440-ൽ 360 പിടിക്കേണ്ടത് ഒരു ശ്രമകരമായ ജോലിയാണ്. അല്ലെങ്കിൽ അതേസമയം ഈ നഷ്ടപ്പെടുന്ന ഈ 100-ൽ 100 ചില്ലാനം സീറ്റിൽ പിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. കാരണം 240 ഉണ്ട് ഇപ്പോൾ. അത് എന്തായാലും കൂടും.
അപ്പോൾ എങ്ങനെ പോയാലും ഇതിൽ ഈ ബംഗാളിൽ ഒരു 25 സീറ്റും തമിഴ്നാട്ടിലൊരു 15 സീറ്റും കിട്ടിയാൽ തന്നെ അവർ ഏതാണ്ട് 40 ആയി. ഒരു 10 സീറ്റാണ് ഈ പറഞ്ഞ പോലെ കേരളം. അത് കേരളത്തിൽ 1-2 സീറ്റ്, പിന്നെ പിന്നെ പഞ്ചാബിൽ 1-2 സീറ്റ്, 5-6 സീറ്റ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 50 സീറ്റെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണ്ട് 300-നോടടുത്ത് എത്തിക്കഴിഞ്ഞു. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തന്നെ ഒരു 300 ആയി. പിന്നെ ടൈറ്റൻ ചെയ്യേണ്ടത് യു പിയിൽ ടൈറ്റൻ ചെയ്യാനുള്ള സാധനം മഹാരാഷ്ട്ര ടൈറ്റ് ചെയ്യണം. മഹാരാഷ്ട്ര ഓൾറെഡി ഇപ്പൊ തന്നെ ഒരു സേഫ് ആണ്, വലിയ കുഴപ്പമില്ല. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തേന് വ്യത്യസ്തമായിട്ട് അതിലിരട്ടി സീറ്റുകൾ പിടിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പുണ്ട്. പിന്നെ ഒന്ന് യു പി ആണ്. യു പിയിൽ വന്ന ചില അപാകതകൾ പരിഹരിക്കാനായിട്ട് ഇത്തവണ നടപടിയെടുക്കും. അഖിലേഷ് യാദവിനെ കൂട്ടാനുള്ള കാര്യങ്ങളും വളരെയധികം സ്ട്രോങ് ആയിട്ട് കോൺഗ്രസ് BJP നോക്കുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം വനിതാ ബില്ലാണ്. വനിതാ ബിൽ നടപ്പാക്കാൻ സഹായിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, പണ്ടും ഇത് തന്നെയായിരുന്നു എന്നുള്ളതും മാത്രമല്ല, യു പിക്ക് 80 സീറ്റ് 120 ആകുന്നതിന് തടസ്സം നിന്നയാളാണ് അഖിലേഷ് യാദവ് എന്നുള്ള ഒരു നെറേറ്റീവും കൂടെ അവിടെ വരാൻ പോകും. അപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷ പ്രശ്നങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ വടക്ക് തെക്ക് വിഘടനം പറഞ്ഞുകൊണ്ടും ഒക്കെ കോൺഗ്രസ് നടന്ന കളിയിൽ അഖിലേഷ് യാദവും പെട്ടുപോയി, യു.പി.യെ വഞ്ചിച്ചു എന്നുള്ളത് പറയാൻ കിട്ടുന്ന ഒരു അവസരം കൂടെയാണ്. അപ്പോൾ അവിടെ യു പിയിലും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും. പിന്നെ അടുത്ത ഇലക്ഷൻ വരുന്നത് ഗോവയാണ്. ഗോവയിൽ ഈ ആം ആദ്മി പാർട്ടിക്ക് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സീറ്റുകളൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ടയിൽ ചെയ്യണം. അതിനുള്ളൊരു പണി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതായത് രാഘവ് ചദ്ദയ്ക്ക് അവിടെയും ഒക്കെ നല്ല ബേസ്. അതായത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഡൽഹി, പഞ്ചാബ്, ഗോവ, ഈവൻ ഗുജറാത്ത് വരെയുള്ള സംസ്ഥാനങ്ങളിലൊരു ഭിന്നിപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തെ നിർവീര്യമാക്കുക. ഇനി എന്തെങ്കിലും ചെറിയ തോതിൽ പോലും ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കുക, തങ്ങളുടെ മുന്നോട്ടുള്ള 2029 പ്രയാണത്തിന് തടസ്സം വരാത്ത വിധത്തിൽ കൊണ്ടുപോകുക എന്നുള്ള ഒരു സ്ട്രാറ്റജി ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രാറ്റജിയാണ് ഓപ്പറേഷൻ താമരയിൽ പ്രധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 100ഓളം സീറ്റുകളിലെ തങ്ങൾക്ക് അപ്രാപ്യമായി നിന്നിരുന്ന ഈ 100ഓളം സീറ്റുകൾക്ക് പുറമെ ഇനി ഭാവിയിലേക്ക് വേണ്ട കരുപ്പിടിപ്പിക്കേണ്ട ഗുജറാത്തിൽ ഒട്ടും കുഴപ്പം വരാതിരിക്കാൻ അത്, ഗോവ, അതുപോലെ തന്നെ യു പിയിൽ ഇലക്ഷൻ വരുമ്പോൾ യു പി, ഇവ എല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു ഓപ്പറേഷൻ താമരയാണ് ഇപ്പോൾ. അത് തന്നെയാണ് അടുത്ത മുദ്രാവാക്യമായിട്ട് വരാൻ പോകുന്നത്. അതിൽ ഏകീകൃത സിവിൽ കോഡ്, വനിതാ ബില്ലിന്റെ കാര്യം. വനിതാ ബില്ല് ഇനിയിപ്പോൾ വലിയതൊന്നും ചെയ്യാനില്ല എങ്കിൽ പോലും വനിതാ ബിൽ ഉൾപ്പെടെ ആ പ്രൊപ്പഗാൻഡ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്ന് നിൽക്കാൻ ഉള്ള ഒരു കരുത്ത് BJPക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന്റെ തുടക്കമാണ് ഈ പഞ്ചാബിലെ അട്ടിമറി. ഇത് പഞ്ചാബിൽ മാത്രം നിൽക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ല, ഗുജറാത്തിൽ കഴിഞ്ഞ 50ഓളം സീറ്റുകളിൽ BJP AAP രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ആ രണ്ടാം സ്ഥാനത്ത് വന്നത് അവരെ സംബന്ധിച്ചോളം വളരെ ഞെട്ടിക്കുന്നതാണ്. 264 സീറ്റുകളുള്ള ഗുജറാത്തിൽ 50ഓളം സീറ്റുകൾ BJP പിടിക്കുക, AAPക്ക് രണ്ടാം സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇത്തവണ അതിൽ മുന്നിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അസ്തമിക്കുന്നതാണ് ഈ ഒരു പിളർപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കാണുന്നത് 2029 അവിടെ 2 ഭൂരിപക്ഷം എന്നുള്ള നീക്കത്തിലേക്കാണ് BJP നീങ്ങുന്നത്. അതെ, ടാർഗറ്റ് 2029. ഒപ്പം പഞ്ചാബിൽ ഒരു മന്ത്രിസഭാ മാറ്റമോ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷന് രാഘവ് ചദ്ദയെ മുഖ്യമന്ത്രി നിർത്തിക്കൊണ്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്കുള്ള നീക്കവും ഒക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ട്. അതിനേക്കാളൊക്കെ ഉപരി വൺ ഇന്ത്യ എന്ന തിയറിക്ക് വിഘാതമായി നിൽക്കുന്ന പഞ്ചാബ്, അങ്ങനെ നിൽക്കുന്ന വെസ്റ്റ് ബംഗാൾ, അങ്ങനെ നിൽക്കുന്ന തമിഴ്നാട്, അങ്ങനെ നിൽക്കുന്ന കേരളം, ഇവരെ കൂടെ ഒന്ന് മെരുക്കിയെടുക്കാൻ ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ പിന്നിലെ ഒരു നീക്കമാണ്. അതായത് വളരെ ഈ ഒരു ലോങ് റേഞ്ചിൽ ഫയർ ചെയ്യുന്നു എന്ന് പറയുന്ന പോലെയാണ്, വളരെ കൃത്യമായിട്ട് ദീർഘദൃഷ്ടിയോടുകൂടി ഉള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഇതിന്റെ എഫക്റ്റ് നമുക്കറിയണമെങ്കിൽ 2029 ഇലക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. അത് അവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്, പ്രതിപക്ഷത്തിന് മനസ്സിലാകുന്നത് വളരെ വൈകിയായിരിക്കും. ഏറ്റവും വലിയ അബദ്ധമാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്. വനിതാ ബില്ല്
ഈ 50% എല്ലാ സ്ഥലത്തും കൂട്ടുന്ന സമീപനത്തോട് അനുകൂലിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് കുറച്ചുകൂടെ സ്ഥിതി മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ സീറ്റുകൾ വിഭജിച്ച് പോകുന്ന അവസ്ഥയെ വരുമായിരുന്നു. ഇനിയിപ്പോൾ പഴയ ബില്ലിലേക്ക് വരും. 2023 ബില്ല് പ്രകാരം അടുത്ത് നടക്കുന്ന സെൻസസ് അനുസരിച്ച് സ്ഥലങ്ങൾ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും വലിയ നഷ്ടം സൗത്തിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൗത്തിലും കോൺഗ്രസിന്റെ നില കൂടുതൽ പരിങ്ങലിലാവും. കോൺഗ്രസിന്റെ മാത്രമല്ല ഈ എല്ലാ ഘടകകക്ഷികളും DMK തുടങ്ങിയ കക്ഷികൾ, അതുപോലെ എല്ലാ ഘടകകക്ഷികൾക്കും ഇത് വരാനുള്ളതാണ്. അതിൻ്റെയും കൂടി ഒരു ചൂണ്ടുവലകയായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.